ഹലോ ഫ്രണ്ട്സ്, ലവ് ഓൺ പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ജാർ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ന് ഞാനൊരു റെഡ് വെൽവെറ്റ് ജാർ കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക്, പ്രിയപ്പെട്ടവർക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലൊരു വരുമാനം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ജാർ കേക്ക് റെസിപ്പി തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. വളരെ സ്പോഞ്ചിയാണ്. നിങ്ങൾക്ക് ജാർ കേക്കും ഉണ്ടാക്കാം, അതുപോലെ തന്നെ സാധാ ബർത്ത്ഡേസിനൊക്കെയുള്ള കേക്കുകളും തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ ഇവിടെ ഏകദേശം 1 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്കൊരു അരിപ്പയിലോട്ടേക്ക് ഇടാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്തിട്ട് ഒരു സ്പൂണിൻ്റെ സഹായത്താൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അരിപ്പയില്ലെങ്കിൽ നമുക്കൊരു സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ബേക്കിംഗ് പൗഡർ മൈദയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 പ്രാവശ്യം കൂടി നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 4 മുട്ടയാണ്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ, നനവൊന്നും ഇല്ലാത്ത പാത്രത്തിൽ 4 മുട്ടയുടെ വെള്ള ഞാൻ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ബീറ്ററിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബീറ്ററിലും അതുപോലെ തന്നെ ഈ മുട്ടയുടെ പാത്രത്തിലും വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ബബിൾ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര നമ്മൾ ഒരുമിച്ചല്ല ഇടുന്നത്, അല്പം ഇട്ടിട്ട് ഒരു 3 സെക്കൻഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അടുത്ത സ്പൂൺ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ എല്ലാ സ്പൂണും തീരുന്നത് വരെ നമ്മൾ നന്നായിട്ടത് ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാര അലിയണം. അതിനുശേഷം നമ്മുടെ 4 മുട്ടയുടെ വെള്ളയുടെ 4 മുട്ടയുടെ മഞ്ഞയുണ്ട്, അത് നമുക്ക് ഓരോരോ മഞ്ഞയായിട്ട് നമുക്കിതിലോട്ടേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറും നമുക്ക് ഓരോരോ ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. വളരെ പതുക്കെ സ്ലോ ആയിട്ട് ഇതിൻ്റെ ബബിൾസ് ഒന്നും പൊട്ടാത്ത രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. നമ്മൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പോഞ്ചി ആയിട്ടുള്ള ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് വളരെ പതുക്കെ ഓരോരോ സ്പൂൺ വീതം ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തു, എന്നിട്ട് നമുക്ക് നടുവിൽ കൂടി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് ആണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പാല്, സാധാ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, അതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഷെഫ് മാസ്റ്റർ ബ്രാൻഡിൻ്റെ സൂപ്പർ റെഡ് ജെൽ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കളറിൻ്റെ പൊടിയൊന്നും നിങ്ങൾ വാങ്ങരുത്, ജെൽ കളർ തന്നെ വേണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട, മൈദ, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ മിശ്രിതത്തിലേക്ക് ഇത് നന്നായിട്ട് ചേർക്കണം. നേരത്തെ നമ്മൾ മൈദ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വളരെ പതുക്കെയായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഞാൻ കളറ് മുഴുവനായിട്ടല്ല ഞാനതിലോട്ടേക്ക് ഇപ്പോൾ മിക്സ് ചെയ്തത്, പതുക്കെ നമ്മൾ അല്പമായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് അടുത്തത് ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്കൊരു ബൗളിലോട്ടേക്ക് മാറ്റാം. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്താൽ കണ്ടല്ലോ ബബിളായിട്ട് വന്നത്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് സമയം ഒട്ടും പാഴാക്കാതെ ഇത് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലോട്ടേക്ക് ഇട്ടിട്ട് നേരത്തെ ഫോൾഡ് ചെയ്ത പോലെ തന്നെ സാവധാനം ഫോൾഡ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും ഈ ബേക്കിംഗ് സോഡ മിശ്രിതം എത്തിക്കണം. വളരെ സ്ലോ ആയിട്ട് വേണം മിക്സ് ചെയ്യാൻ. മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കിത് ഓവനിലോ അല്ലെങ്കിൽ അടുപ്പിലോ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ കാത്തു നിൽക്കരുത് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ടേക്ക് വേഗം തന്നെ മാറ്റിയിട്ട് നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ 2 ടിന്ന് എടുത്തിട്ടാണ് ഈ ഒരു മാവ് ഒഴിച്ചിട്ടുള്ളത്. ഒരു കേക്ക് ടിന്നിൽ തന്നെ ഇത് കൊള്ളില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ടിന്നിലോട്ടേക്ക് ഇത് മാറ്റിയത്. ഒരു റൗണ്ട് കേക്ക് ടിന്നും ഒരു സ്ക്വയർ ഷേപ്പ് കേക്ക് ടിന്നും. കേക്കിൻ്റെ മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്യണം. മേലെ നിന്ന് താഴത്തേക്ക് ഇട്ടിട്ട് ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു അടുപ്പ്, അതായത് നമ്മൾ വിനാഗിരിയുടെ ഒക്കെ മിശ്രിതം ചേർക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് ഒരു വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിൽ അല്പം ഉപ്പ് ഞാൻ വിതറിയിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റീലിൻ്റെ റിങ് അല്ലെങ്കിൽ ഒരു ചെറിയ മൂടി, ആ മൂടി നമുക്ക് അതിലോട്ടേക്ക് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ചൂടാക്കി വെക്കണം.
ഈ ചൂടുള്ള പാത്രത്തിലോട്ടേക്ക് നമ്മൾ പാത്രം തുറന്നിട്ടാണ് ഈ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ അതിലോട്ടേക്ക് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. കേക്കിൻ്റെ ബാറ്റർ വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാണ് ഇത് വേവിക്കേണ്ടത്. ഏകദേശം 20 മിനിറ്റ് മുതൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ കേക്ക് റെഡിയാവും. അപ്പോൾ അധികം നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞു. ഞാനിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മളൊരു ഈർക്കിലി കമ്പ് കൊണ്ട് നോക്കിയാൽ അടിയിൽ ഈ ഈർക്കിലി കമ്പിലൊന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കണ്ടല്ലോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുറത്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറിയതിന് ശേഷം ഞാനിതാ ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കണ്ടോ, നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്കാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഈ കേക്ക് വെച്ചിട്ട് നമുക്ക് സാധാ ബർത്ത്ഡേക്കുള്ള പോലെ തന്നെ നമുക്ക് കേക്ക് ഐസിങ് ചെയ്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കേക്ക് ജാറിന് വേണ്ടിയിട്ട് നമുക്ക് കേക്ക് മുറിച്ചെടുക്കാം. ഈ കേക്കിന് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഐസ് വാട്ടറും ഐസും ഇട്ടിട്ടുണ്ട്. അതിന് മുകളിലൊരു പാത്രത്തിൽ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ കൂടി ചേർത്തിട്ട് ലോ സ്പീഡിൽ നമുക്ക് നന്നായിട്ട് ഇത് വിപ്പ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം എപ്പോഴും ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലോ സ്പീഡിൽ ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ക്രീമിൻ്റെ ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ആ പാത്രത്തിലും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡിലും നല്ല തണുപ്പ് വേണം. അതിനുവേണ്ടി നമുക്ക് കുറച്ചുകൂടെ ഫ്രിഡ്ജിൽ കൂടി വെക്കണം. ഇപ്പോൾ കണ്ട് നന്നായിട്ട് വിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ സോഫ്റ്റ് പീക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് ടെക്സ്ചർ. ഇനി നമ്മുടെ കേക്ക് നമുക്കിത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഏറ്റവും ടോപ്പുള്ള ലെയറില്ലേ, അത് വളരെ നേർമയായിട്ട് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് അത് നമുക്ക് കേക്കിന് മുകളിൽ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കേക്കിന് മുകളിൽ വിതറണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും മുകളിലത്തെ ലെയർ നമുക്ക് വളരെ തിന്നായിട്ട് നമുക്കൊരു കത്തി കൊണ്ട് നന്നായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഏറ്റവും മുകളിലത്തെ ലെയർ ചെറുതായിട്ട് മുറിച്ചത് നമുക്ക് മിക്സിയിൽ ഒരു 5-6 മിനിറ്റ് നേരം കറക്കിയിട്ട് നമുക്കത് പൊടിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കേക്ക് 2-3 ലെയറാക്കിയിട്ട് മുറിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും എളുപ്പം അത്ര ലെയറാക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റാം. ലെയർ കുറയുമ്പോൾ ജാറിൻ്റെ എണ്ണവും കുറയും. അപ്പോൾ ഇനി നമുക്ക് ജാർ എടുക്കാം. ഞാനിവിടെ 200 ml കേക്ക് ജാറാണ് എടുത്തിട്ടുള്ളത്. 2 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കേക്കിൽ ഞാൻ 3 ലെയർ മുറിച്ച് കഴിഞ്ഞപ്പോൾ 6 ലെയർ നമുക്ക് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ ഈ ഒരു ജാറിൻ്റെ മൂടിയോ അല്ലെങ്കിൽ ഇതിൻ്റെ അടപ്പ് കൊണ്ട് നമുക്ക് റൗണ്ട് സർക്കിളായിട്ട് നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് എടുത്ത് വയ്ക്കാം. റൗണ്ടല്ലാത്ത കഷ്ണങ്ങൾ വെച്ചിട്ട് നമുക്ക് ബാക്കി ഭാഗം കൊണ്ടും ജാർ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്തത് സെറ്റ് ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് വിപ്പിംഗ് ക്രീം ഞാൻ കേക്കിൻ്റെ ജാറിൽ സ്റ്റാർ നോസിൽ കൊണ്ടാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഐസിങ് ബാഗ് ഇല്ലെങ്കിൽ സ്പൂണ് കൊണ്ട് നിങ്ങൾക്ക് ക്രീം സെറ്റ് ചെയ്യാം. ക്രീമിന് മുകളിലായിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ പീസ് എടുത്തിട്ട് വെക്കാം. പീസ് വെക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കരുത്. വളരെ സ്ലോ ആയിട്ട് വേണം നമ്മൾ തെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെയർ ഒന്നും നന്നായിട്ട് കിട്ടത്തില്ല. ഇനി കേക്ക് ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളത്തിൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 1 ടേബിൾ സ്പൂണ് ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേക്ക് നനയ്ക്കാമെന്ന് വേണ്ടിയിട്ട്. അധികമായി പോകരുത്. അതിന് മുകളിലായിട്ട് നമുക്ക് അടുത്ത ലെയർ വിപ്പിംഗ് ക്രീം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് രണ്ടാമത്തെ കേക്കിൻ്റെ പീസും കൂടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂണ് വേണ്ടി വരില്ല അതൊന്ന് നനയാൻ വേണ്ടിയിട്ട്. അധികം നനഞ്ഞു കഴിഞ്ഞാൽ കേക്കിനെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയി പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്പം മാത്രം ഷുഗർ സിറപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിന് മുകളിൽ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അലങ്കരിക്കാം. ഞാനിവിടെ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഞാനിവിടെ കേക്ക് ജാറ് അലങ്കരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ ക്രീം കൂടി മുകളിൽ വെച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ലെയർ പൊടിച്ച് വെക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, അത് ഞാൻ മുകളിലൊന്ന് വിതറിയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൂടിയിട്ട് ഫ്രിഡ്ജിൽ താഴെ തട്ടിൽ ഏകദേശം 2 മണിക്കൂറെങ്കിലും തണുപ്പിക്കാൻ വെക്കണം. ഇന്നത്തെ ഒരു റെഡ് വെൽവെറ്റ് ജാർ കേക്കിന് 150 രൂപയുടെ മുകളിലാണ് കേട്ടോ റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് വിൽക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പുറത്ത് വിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള റിബൺ കെട്ടിയിട്ട് നമുക്ക് ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യുന്ന പോലെ ഒന്ന് അലങ്കരിക്കാം. അതിന് മുകളിലായിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മരത്തിൻ്റെ സ്പൂണ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതും കൂടി അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റായിട്ട് ഒരിക്കലൊക്കെ കൊടുക്കാം. അപ്പോൾ വളരെ സോഫ്റ്റ് അതുപോലെ തന്നെ സ്പോഞ്ചി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് ജാർ കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചല്ലോ.
അപ്പോൾ ഇങ്ങനത്തെ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.